ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് രണ്ട് ഫോർമുലയെ കുറിച്ചാണ്. ഒന്ന് സം പ്രൊഡക്റ്റ് എന്ന ഫോർമുലയും അതേപോലെ തന്നെ വി ലുക്കപ്പ് എന്ന ഫോർമുലയും. ഇതിൽ വി ലുക്കപ്പ് എന്ന ഫോർമുല നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾ സംസാരിച്ചതാണ്. അത് നമുക്ക് ഇതിലെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് മാത്രമാണ് നോക്കുന്നത്. നമ്മളിവിടെ പുതിയൊരു ഫോർമുല പഠിക്കുന്നത് സം പ്രൊഡക്റ്റ് എന്ന ഫോർമുലയാണ്. അപ്പോൾ എന്തിനാണ് സം പ്രൊഡക്റ്റ് ഫോർമുല യൂസ് ചെയ്യുന്നതും എങ്ങനെ നമുക്ക് സം പ്രൊഡക്റ്റ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. അപ്പോൾ സാധാരണ നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും കൂടി എത്ര ക്വാണ്ടിറ്റി എത്ര പ്രൈസ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഇവിടെ കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നോർമലി നമ്മളിവിടെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ എന്നൊരു കോളം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വന്ന് ടോട്ടൽ എന്നൊരു കോളം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് എന്നിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒന്ന് കണ്ടതിന് ശേഷം ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ മുഴുവനായിട്ടും കാണും. എന്നിട്ട് ഈ ഡാറ്റകൾ മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു സം എന്നിട്ടതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ ഡാറ്റാസ് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണോ നമുക്ക് ആൻസർ കിട്ടുന്നത്, ഈ ഒരു ആൻസർ നമുക്ക് ഈ ഒരു ഫോർമുലൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സം പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സം പ്രൊഡക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ സം പ്രൊഡക്റ്റ് ചെയ്യാൻ സിമ്പിളാണ്. ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇവിടെ ഈക്വൽ ടു ഇടുക. അതിനുശേഷം ഇവിടെ വന്ന് സം പ്രൊഡക്റ്റ് എന്ന് എഴുതി കൊടുത്തു. സം പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒന്നാമത്തെ അറേ ഏതാണോ അത് സെലക്ട് ചെയ്തു, കോമ. അതിനുശേഷം നമുക്ക് രണ്ടാമത് ഗുണിക്കേണ്ട ഡാറ്റാസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എന്നിട്ട് എൻ്റർ അടിച്ചാൽ അതിൻ്റെ സം പ്രൊഡക്റ്റ് നമുക്കിവിടെ കണ്ടെത്താം. അപ്പോൾ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് സം പ്രൊഡക്റ്റ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വി ലുക്കപ്പ് കൂടി ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പുതിയതായിട്ടൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾ സംസാരിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ടേബിൾ 1 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സിറ്റി കോഡ് ഉണ്ട്, അതേപോലെ അവരെ പിൻ കോഡും ഉണ്ട്. അപ്പോൾ ഈ സിറ്റി കോഡിനനുസരിച്ച് അവരെ പിൻ കോഡ് നമുക്ക് എന്താണോ അത് നമുക്കിവിടെ കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഈക്വൽ ടു ഇടുക. അതിനുശേഷം നമ്മളിവിടുന്ന് വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളടത്ത് ഈ ടേബിൾ സെലക്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ ആൻഡ് ഡൗൺ ആരോ, റൈറ്റ് ആരോ ആൻഡ് ഡൗൺ ആരോ എടുത്താൽ നമുക്കിത് മുഴുവനായിട്ടും സെലക്ട് ചെയ്ത് വരും. അതിനുശേഷം കോളം ഇൻഡെക്സ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഞാനിത് സെലക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ദെൻ ഡൗൺ ആരോ കൊടുത്തിട്ട് ഇത് സെലക്ട് ചെയ്തു. കീബോർഡിൽ നമ്മൾ F4 അമർത്തിയിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്തു. കോൾ ഇൻഡെക്സ് നമ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ രണ്ടാമത്തെ കോളത്തിലുള്ള ഡാറ്റാസ് ആണ് വേണ്ടത്, അത് സെലക്ട് ചെയ്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് ജസ്റ്റ് ഒരു ഫാൾസ് ഒന്നും ചേർത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കൊടുത്ത ഡാറ്റക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള പിൻ കോഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ഫോർമുലകളെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എങ്ങനെ സം പ്രൊഡക്റ്റ് എന്ന ഫോർമുല ഉപയോഗിക്കാമെന്നും എങ്ങനെ നമുക്ക് വി ലുക്കപ്പ് എന്ന ഫോർമുല ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.